ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇത് കരിയില കമ്പോസ്റ്റാണ്. ചാക്കിനകത്ത് ഞാൻ കരിയില അന്നന്ന് അടിച്ച് വാരുന്ന കരിയില നിറച്ച്, അതുപോലെ തന്നെ നമ്മുടെ അടുക്കള വേസ്റ്റ്, പച്ചക്കറി ഇവിടെയൊക്കെ വേസ്റ്റ്, ഇങ്ങനെയുള്ള വേസ്റ്റുകളിലൊക്കെ അതിനകത്ത് ഇടും. അത് ആണ് നല്ല വളമായിട്ട് വന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തക്കാളിയുടെ തൈ നടുകയാണ്. അതിന് ഒരു ചാക്കൊഴിഞ്ഞു വെച്ചിട്ട് അതിനകത്ത് ആദ്യം കുറച്ച് കല്ലും കട്ടയും ഒക്കെ ഇട്ടു. പിന്നെ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കരിയിലയാണ് ഇടുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസം ആയതാണ്. പിന്നെ മറ്റേതെന്ന് പറയുമ്പോൾ പൊടി, നല്ല അടിപൊളി വളമാണ് കരിയില കമ്പോസ്റ്റ്. അപ്പോൾ അതിനകത്ത് കരിയില നിറച്ചിട്ട് അതിനകത്ത് കരിയില കമ്പോസ്റ്റ് വാരി നിറച്ചു. കരിയില കമ്പോസ്റ്റ് വാരി ഇടുകയാണ്. അപ്പോൾ കരിയില കമ്പോസ്റ്റ് അടുക്കള വേസ്റ്റും ചേർന്ന് ഉള്ള നല്ല വളമാണ്. അപ്പോൾ അതിട്ടാണ് ഞാനിനി എൻ്റെ ഒരു തക്കാളി നടാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു പ്രാവശ്യം കരിയില ഇട്ടു, കല്ലും ഒക്കെ ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിൽ കരിയില ഇട്ടു, പിന്നെ മണ്ണിട്ടു, വീണ്ടും കരിയില നിറയ്ക്കുക. അപ്പോൾ കരിയില ഇടുമ്പോഴെന്ത് ചെയ്യും? കരിയിലയും മണ്ണും പിന്നെ അതിൻ്റെ അടിക്ക് കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല. അപ്പം ഇതിൻ്റെ വേരൊക്കെ നല്ല ഇളകി, വേരൊക്കെ ഇങ്ങനെ വ്യാപിച്ച് നല്ല വേരിങ്ങനെ ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ അടി അങ്ങ് ഉറച്ചു പോകും. മണ്ണും വെള്ളമൊക്കെ ഇരുന്ന് മണ്ണങ്ങ് ഒരുമാതിരി കട്ടിയായിപ്പോവും വെള്ളം കൂടെ വീഴുമ്പോൾ. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന കുറച്ച് കരിയില മാത്രം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ മണ്ണും കുറച്ചാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഒരുപാടാകരുത്. അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ്. അപ്പോൾ ഇതാണ് തക്കാളി തൈയാണ്, പാകി കിളിപ്പിച്ച തക്കാളിയാണ്. തക്കാളിയുടെ തൈയാണിത്, കണ്ടോ? അപ്പോൾ ആ തക്കാളിയാണ് ഈ ചാക്കിനകത്ത് കരിയില കമ്പോസ്റ്റ്, അടുക്കള വേസ്റ്റ് ഒക്കെ ഇട്ടാണിത് നട്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് നട്ട് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു. കാരണം ഇപ്പോൾ നമ്മുടെ അങ്ങോട്ട് പറിച്ച് നട്ടതേ ഉള്ളല്ലോ. അപ്പോൾ അത് വാടിപ്പോകരുത്, നല്ല വൃത്തിക്കാണിത് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതും കൂടെ എല്ലാം കൂടെ നടണം. ഈ നിൽക്കുന്ന തൈകളും കൂടി നടണം. ഇതെല്ലാം എന്തുവാണെന്ന് വെച്ചാൽ കരിയില കമ്പോസ്റ്റ് ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ്. മുറ്റം അടിക്കുന്ന കരിയില ഇതെല്ലാം കണ്ടോ? ഈ ചാക്കിനകത്തെല്ലാം കരിയിലയും അടുക്കള വേസ്റ്റും നിറച്ച് വെച്ചിരിക്കുകയാണ്. അതിനകത്തൊന്നും പുഴുക്കളോ ഒന്നുമില്ല. നല്ല ആ കരിയില കമ്പോസ്റ്റ് കണ്ടോ? നല്ല അതുപോലൊരു വളം വേറെ ഇല്ല. നല്ല അടിപൊളിയായിട്ടാണ് ആ വളം എടുത്തിരിക്കുന്നത്. നല്ല വളമാണ് ഇത് കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഇങ്ങനെ ചെയ്യണം. നമ്മുടെ പരിസരം വൃത്തിയാകും. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ വളം കരിയില നിറച്ച് വെച്ചിരിക്കുകയാണ്. പച്ചക്കറിക്കൊക്കെ ഇടുന്ന വളത്തിന് വലിയ പൈസയൊന്നും കൊടുത്ത് നമുക്ക് വാങ്ങിക്കണ്ട. പിന്നെ അത്യാവശ്യം വല്ലപ്പോഴുമൊക്കെ അതിനൊരു പ്രോട്ടീൻ കൊടുക്കുന്നത് പോലെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടി, കടലപ്പിണ്ണാക്കൊക്കെ ഇടാം, സ്ലറിയായിട്ട് കലക്കിയിടാം, ഒഴിക്കാം. അതും കൂടെ ഒഴിക്കുമ്പോൾ ഇത് നല്ല വളർച്ച കിട്ടും. കണ്ടോ തക്കാളി തൈ നിൽക്കുന്നത്? അപ്പോൾ അത് നട്ടതാണ്. ഇനി അടുത്ത ദിവസം തൊട്ട് വളമൊക്കെ നല്ല രീതിയിൽ കൊടുക്കണം. കരിയില കമ്പോസ്റ്റാണിത്. നമ്മൾ 2-3 മാസം കണ്ടായ കരിയില